ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോണിക്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അർഡിനോയെ കുറിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അർഡിനോയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. ഇതുപോലെയുള്ള ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തിനാണ് ആർഡിനോ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ആർഡിനോ എന്താണ്, അതുപോലെ തന്നെ ആർഡിനോ ബോർഡിൽ എന്താണ് ഉള്ളത്, ഏതെല്ലാമാണ് ആർഡിനോ ബോർഡുകൾ, ആർഡിനോ ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതോടൊപ്പം തന്നെ ആർഡിനോ ബോർഡുകൾ പ്രോഗ്രാം ചെയ്യുവാൻ എന്തെല്ലാമാണ് വേണ്ടത്, എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മൈക്രോ കൺട്രോളർ എന്നുള്ളത് ആദ്യം നോക്കാം. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ചെറിയ ഒരു കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. മൈക്രോ കൺട്രോളറിന് പ്രോഗ്രാം റൺ ചെയ്യാനും അതനുസരിച്ചും പ്രവർത്തിക്കാനുമുള്ള കഴിവുണ്ട്. ഒരു മൈക്രോ കൺട്രോളറിനകത്ത് അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് റാം, റോം, IO പോർട്സ്, സീരിയൽ പോർട്സ്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അതുപോലെ തന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഇവയെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു IC ആണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇനി ആർഡിനോയെ പറ്റി നോക്കാം. ആർഡിനോ എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു കമ്പനിയാണ്. ആർഡിനോ എന്ന കമ്പനി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പല മൈക്രോ കൺട്രോളർ ബോർഡുകളും ഡിസൈൻ ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്റ്റുഡൻസും ഇലക്ട്രോണിക്സ് ഹോബിസ്റ്റുകളും പ്രോഗ്രാമേഴ്സും പ്രൊഫഷണൽസും ആർഡിനോ ബോർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സും മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗും പഠിക്കുന്ന എല്ലാവർക്കും ഒരു തുടക്കമാകാൻ ആർഡിനോ ബോർഡുകൾ വളരെ നല്ലതാണ്. പല രാജ്യങ്ങളിലും ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ആർഡിനോ ബോർഡുകൾ ഉപയോഗിച്ച് കുട്ടികൾ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. ഇന്ന് ആർഡിനോ ബോർഡുകളാണ് പല ഇലക്ട്രോണിക്സ് പ്രോജക്റ്റുകളുടെയും ബ്രെയിനായി ഉപയോഗിക്കാറുള്ളത്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആർഡിനോ ബോർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണമായി സെൻസർ റീഡ് ചെയ്ത് നമ്മുടെ റൂമിലെ ലൈറ്റ് കത്തിക്കണം എന്ന് കരുതുക. ഇത് വളരെ സിമ്പിളായി ആർഡിനോ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുള്ള ഡോർ ലോക്കിംഗ് സിസ്റ്റം, അതുപോലെ ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊജക്റ്റുകൾ, അതുപോലെ നമ്മുടെ ടാങ്കിലെ വാട്ടർ ലെവൽ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി മോട്ടോർ ഓൺ ആവുന്ന പ്രൊജക്റ്റുകൾ, ഇവയെല്ലാം ആർഡിനോ ഉപയോഗിച്ച് സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയും. പല വലുപ്പത്തിലും പല സൈസിലും ആർഡിനോ ബോർഡുകൾ അവൈലബിൾ ആണ്. അവയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആർഡിനോ ബോർഡുകളാണ് ആർഡിനോ യൂനോ, ആർഡിനോ നാനോ, ആർഡിനോ മൈക്രോ, ആർഡിനോ മെഗാ എന്നീ ബോർഡുകൾ. അതുപോലെ തന്നെ പല ഷേപ്പിലുമുള്ള ആർഡിനോ ബോർഡുകൾ അവൈലബിൾ ആണ്. ആർഡിനോ പല യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൈഫൈ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആർഡിനോ ബോർഡുകളും അവൈലബിൾ ആണ്. ആർഡിനോയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ ആ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ ആർക്കിടെക്ചർ മനസ്സിലാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ആർഡിനോയിലുള്ള പ്രീ ബിൽഡ് ഫങ്ഷൻസ് കോൾ ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നതാണ്. അതുമാത്രമല്ല, ആർഡിനോ ബോർഡുകൾ പ്രോഗ്രാം ചെയ്യാൻ നമുക്കൊരു എക്സ്റ്റേണൽ പ്രോഗ്രാമറിൻ്റെ ആവശ്യമില്ല. കാരണം ആർഡിനോ ബോർഡുകൾ തന്നെ ഒരു പ്രോഗ്രാമറാണ്. അപ്പോൾ ഈ ഒരു ആർഡിനോ ബോർഡിനെ നമ്മുടെ PC-യുമായി USB വഴി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ആർഡിനോ ബോർഡിലേക്ക് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഇനി കോമണായി ഉപയോഗിക്കുന്ന ആർഡിനോ ബോർഡുകളെ ഒന്ന് സ്പീഡിൽ പരിചയപ്പെടാം. ആർഡിനോ യൂനോ ബോർഡുകൾ. ആർഡിനോയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് ആർഡിനോ യൂനോ ബോർഡ്. ആർഡിനോ യൂനോ ബോർഡിൽ അറ്റ്മെഗ 328 എന്ന് പറയുന്ന അറ്റ്മെൽ കമ്പനിയുടെ 8-ബിറ്റ് മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൈക്രോ കൺട്രോളറിന്റെ പാക്കേജിനനുസരിച്ച് 2 വേർഷനിൽ ആർഡിനോ യൂനോ ബോർഡ് അവൈലബിൾ ആണ്. അതായത് ആർഡിനോ യൂനോയുടെ SMD വേർഷനും ഡിപ്പ് വേർഷനും അവൈലബിൾ ആണ്. അതായത് ഡുവൽ-ഇൻ പാക്കേജിലുള്ള വേർഷനും അവൈലബിൾ ആണ്. എപ്പോഴും ഡിപ്പ് പാക്കേജിലുള്ള മൈക്രോ കൺട്രോളറുള്ള ആർഡിനോ യൂനോ ബോർഡ് വാങ്ങുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. കാരണം മൈക്രോ കൺട്രോളറിന് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ IC മാറ്റി വേറൊരു IC ആ സോക്കറ്റിൽ എടുത്തിടാൻ കഴിയുന്നതാണ്. SMD വേർഷന് കമ്പാരിറ്റീവ്ലി ഡിപ്പ് വേർഷനെ അപേക്ഷിച്ച് വളരെ വില കുറവാണ്. ആർഡിനോ യൂനോക്ക് 14 ഡിജിറ്റൽ IO പിന്നുകളും അതുപോലെ തന്നെ 6 അനലോഗ് ഇൻപുട്ട് പിന്നുകളുമുണ്ട്. 32 കിലോബൈറ്റ് ഫ്ലാഷ് മെമ്മറിയാണ് ആർഡിനോ യൂനോയ്ക്കുള്ളത്. അതുപോലെ തന്നെ 2 കിലോബൈറ്റ് SRAM, 1 കിലോബൈറ്റ് EEPROM ആർഡിനോ യൂനോയ്ക്കുണ്ട്.
ഈ ഒരു ആർഡിനോ ബോർഡിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ പവർ നമുക്ക് 3 രീതിയിൽ കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന USB കേബിൾ വഴി ഈ ഒരു ആർഡിനോ ബോർഡിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ പവർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബോർഡിലുള്ള DC ജാക്ക് വഴിയും നമുക്ക് ഈ ഒരു ആർഡിനോ വർക്ക് ചെയ്യാനുള്ള പവർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡിലുള്ള VIN പിന്ന് വഴിയും ഈ ഒരു ആർഡിനോ ബോർഡിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന പവർ കൊടുക്കാൻ പറ്റും. ഈ ഒരു 3 പവറിൻ രീതിയും ഒരേ ടൈമിൽ ഉപയോഗിക്കണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആർഡിനോ ബോർഡിനെ പവർ ചെയ്യാൻ കഴിയും. കോമൺ ആയിട്ട് നമ്മൾ ആർഡിനോ ബോർഡിന് പവർ കൊടുക്കുന്നത് USB വഴിയോ അല്ലെങ്കിൽ DC ജാക്ക് വഴിയോ ആണ്. ആർഡിനോ ബോർഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണുന്ന ഈ ഫീമെയിൽ ഹെഡർ വഴിയാണ് നമ്മൾ ഔട്ട്പുട്ടും ഇൻപുട്ടും കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഒരു 2 ഭാഗങ്ങളിലും ഹെഡർ വെച്ചിരിക്കുന്നത്. ആർഡിനോ ബോർഡിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആർഡിനോ ബോർഡിലെ വോൾട്ടേജ് റെഗുലേറ്റർ. അതായത് നമ്മൾ കൊടുക്കുന്ന DC ജാക്ക് വഴി കൊടുക്കുന്ന വോൾട്ടേജിനെ 5 വോൾട്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്ടായി 6 മുതൽ 20 വരെയുള്ള വോൾട്ട് ഈ ഒരു ബോർഡിന് കൊടുക്കാൻ കഴിയും. പക്ഷേ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 7 മുതൽ 12 വരെയുള്ള വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ VIN പിന്നിലൂടെ കൊടുക്കുന്ന ഇൻപുട്ടും ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ വഴി കയറി ഇറങ്ങിയിട്ടാണ് ബോർഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലുള്ള വോൾട്ടേജ് നമുക്ക് VIN പിന്ന് വഴിയും ആർഡിനോ ബോർഡിൽ നൽകാൻ കഴിയും. ആർഡിനോ ബോർഡിൽ അറ്റ്മഗ 328 16 MHz ക്ലോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ആർഡിനോ യൂനോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്റ്റൽ. 16 MHz ക്രിസ്റ്റലാണ് ആർഡിനോ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആർഡിനോയുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്ന സെൻസേഴ്സിനും അതുപോലെ മറ്റ് സർക്യൂട്ടിനും സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർഡിനോയിൽ തന്നെ 3.3 വോൾട്ടും 5 വോൾട്ടും ഗ്രൗണ്ടും ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സർക്യൂട്ടിനോ അല്ലെങ്കിൽ സെൻസറിനോ സപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ്. ആർഡിനോ ബോർഡിലുള്ള ഈ ഒരു ബട്ടൺ മൈക്രോ കൺട്രോളറിനെ റീസെറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ബട്ടൺ ഞെക്കിക്കൊണ്ട് നമുക്ക് ആർഡിനോയെ റീസെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആർഡിനോയിലുള്ള റീസെറ്റ് പിന്നിലൊരു പൾസ് കൊടുത്തുകൊണ്ടും നമുക്ക് ഈ ഒരു ആർഡിനോ ബോർഡിനെ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആർഡിനോ യൂനോ ബോർഡിൽ 4 LED നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോ LEDൻ്റെയും ഫങ്ഷൻ നോക്കാം. ഇത് ഓൺ LED ആണ്. അതായത് ആർഡിനോ ബോർഡ് ഓൺ ആണോ അല്ലയോ എന്ന് അറിയുന്നത് ഈ ഒരു LED ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് TX RX എന്നെഴുതിയ 2 LED കാണാൻ കഴിയും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് USB വഴി ട്രാൻസ്മിഷനോ അല്ലെങ്കിൽ റിസീവിങ്ങോ നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷന് വേണ്ടിയുള്ള LEDs ആണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് 13ാമത്തെ പിന്നിനോട് ചേർന്നുകൊണ്ട് ഒരു LED കാണാൻ കഴിയും. ഇത് 13ാമത്തെ പിന്നുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിൻ LED ആണ്. നമ്മൾ ഓൾറെഡി LED ബ്ലിങ്കിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പിന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ LED ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഒരു LED കൊടുക്കുന്നതിന് പകരം ബോർഡിൽ തന്നെ ഒരു LED ആ ഒരു പിന്നുമായി അറ്റാച്ച് ചെയ്തതാണ് ഈ ഒരു കാണുന്ന ഈ ഒരു 13ാമത്തെ പിന്നിലുള്ള LED. ആർഡിനോ യൂനോയെ പോലെ തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ബോർഡാണ് ആർഡിനോ നാനോ ബോർഡ്. ആർഡിനോ യൂനോ ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സൈസ് കുറഞ്ഞ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ബോർഡാണ് ആർഡിനോ നാനോ ബോർഡ്. നമുക്ക് വളരെ ചെറിയ ആപ്ലിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ വളരെ ചെറിയ സൈസിലുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർഡിനോ നാനോ ബോർഡുകൾ തിരഞ്ഞെടുക്കുന്നത്. ആർഡിനോ യൂനോയിലുള്ള ഒട്ടുമിക്ക ഫീച്ചറുകളും ആർഡിനോ നാനോയിലും അവൈലബിൾ ആണ്. കാരണം ആർഡിനോ യൂനോയും ആർഡിനോ നാനോയും ഒരേ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അറ്റ്മഗ 328 മൈക്രോ കൺട്രോളറാണ് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ബോർഡിന് നമുക്ക് 2 തരത്തിൽ സപ്ലൈ കൊടുക്കാൻ പറ്റും. അതായത് USB വഴി നമുക്ക് ഈ ഒരു ബോർഡിന് സപ്ലൈ നൽകാൻ പറ്റും. അതുപോലെ തന്നെ ബോർഡിലുള്ള VIN-ഉം ഗ്രൗണ്ടും പിന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബോർഡിന് സപ്ലൈ കൊടുക്കാൻ പറ്റും. ആർഡിനോ നാനോക്ക് നമുക്ക് 7 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെയുള്ള സപ്ലൈ VIN പിന്ന് വഴിയും ഗ്രൗണ്ട് വഴിയുമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ആർഡിനോ നാനോക്ക് 22 IO പിന്നുകളാണുള്ളത്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന 22 പിന്നുകളുണ്ട്. ഇതിൽ 8 എണ്ണം അനലോഗ് പിന്നുകളാണ്, 14 എണ്ണം ഡിജിറ്റൽ IO പിന്നുകളുമാണ്. ആർഡിനോ നാനോയ്ക്കും 32 KB ഫ്ലാഷ് മെമ്മറി ആണുള്ളത്. അതായത് ഇത് പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ 32 KB മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ 2 KB റാമും അതുപോലെ തന്നെ 1 KB EPROM ഈ ഒരു ചെറിയ ബോർഡിലുണ്ട്.
ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 16 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റലാണ്. ആ ഒരു ക്ലോക്കിലാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത്. അർഡിനോ യൂണോയിലുള്ള ബാക്കി എല്ലാ ഫീച്ചറുകളും ഈ ബോർഡിലും അവൈലബിൾ ആണ്. അതായത് 5 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്, അതുപോലെ തന്നെ 3.3 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്, എല്ലാം തന്നെ ഈ ബോർഡിലുണ്ട്. പക്ഷേ ഈ ഒരു ബോർഡിൽ നമുക്ക് DC ജാക്ക് വഴി ഇൻപുട്ട് കൊടുക്കാൻ കഴിയുകയില്ല, കാരണം ഈ ഒരു ബോർഡിൽ അതില്ല. ഇപ്പോൾ നമ്മൾ നോക്കിയത് അർഡിനോ യൂണോയേക്കാളും ചെറിയ ബോർഡായ അർഡിനോ നാനോയെ കുറിച്ചാണ്. ഇനി അർഡിനോ യൂണോയേക്കാളും വലിയൊരു ബോർഡുണ്ട്, അർഡിനോ മെഗാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോർഡിനെ കുറിച്ച് നോക്കാം. ഇതാണ് ആർഡിനോ മെഗാ എന്ന് പറയുന്ന ബോർഡ്. ആർഡിനോ യൂണോയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വലുപ്പം കൂടുതലാണ് ആർഡിനോ മെഗക്ക്. ആർഡിനോ യൂണോയിൽ അറ്റ്മെഗ 328 മൈക്രോ കൺട്രോളർ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആർഡിനോ മെഗയിൽ അറ്റ്മെഗ 2560 എന്ന് പറഞ്ഞിരിക്കുന്ന മൈക്രോ കൺട്രോളർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആർഡിനോ യൂണോയേക്കാളും കൂടുതൽ ഫീച്ചറുള്ള ഒരു ബോർഡാണ് ആർഡിനോ മെഗാ ബോർഡ്. ആർഡിനോ മെഗക്ക് 54 ഡിജിറ്റൽ IO പിൻസും അതുപോലെ തന്നെ 16 അനലോഗ് പിൻസും ഉണ്ട്. ആർഡിനോ മെഗക്ക് 256 KB ഫ്ലാഷ് മെമ്മറി ഉണ്ട്. അതായത് ആർഡിനോ യൂണോയേക്കാളും കൂടുതൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർഡിനോ മെഗക്കുണ്ട്. ആർഡിനോ യൂണോയും ആർഡിനോ മെഗയും 16 മെഗാഹെർട്സ് ക്ലോക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആർഡിനോ യൂണോയിൽ നമ്മൾ പവർ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിനും പവർ കൊടുക്കുന്നത്. അതായത് USB വഴിയും DC ജാക്ക് വഴിയും VIN പിന്ന് വഴിയും ഈ ഒരു ബോർഡിന് നമുക്ക് പവർ കൊടുക്കാൻ കഴിയും. വലിയ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ആർഡിനോ മെഗാ ബോർഡുകൾ യൂസ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടുതൽ പിന്നുകൾ വേണ്ട പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ആർഡിനോ മെഗാ യൂസ് ചെയ്യുന്നത്. ആർഡിനോ യൂണോക്ക് 1 കിലോബൈറ്റ് EEP റോം ആണുള്ളത്, എന്നാൽ ആർഡിനോ മെഗക്ക് 4 കിലോബൈറ്റ് EEP റോം ഉണ്ട്. അതുപോലെ തന്നെ ആർഡിനോ യൂണോക്ക് 2 കിലോബൈറ്റ് റാം ആണുള്ളത്, എന്നാൽ ആർഡിനോ മെഗക്ക് 4 കിലോബൈറ്റ് റാം ഉണ്ട്. അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആർഡിനോ മെഗക്ക് കൂടുതലാണ്. അതായത് കൂടുതൽ PWM പിൻസ്, അതുപോലെ തന്നെ അനലോഗ് പിൻസ്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് മെമ്മറി, അതുപോലെ തന്നെ EEP റോം മെമ്മറി, ഇതൊക്കെ കൂടുതലാണ് ആർഡിനോ മെഗക്ക്. അപ്പം കുറച്ചുകൂടി വലിയ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർഡിനോ മെഗാ ബോർഡുകളെ യൂസ് ചെയ്യുന്നത്. ഇനി ആർഡിനോ ഷീൽഡുകൾ എന്താണെന്നുള്ളത് നോക്കാം. ആർഡിനോ ഷീൽഡ് എന്ന് പറയുന്നത് ആർഡിനോയുടെ ഫങ്ഷനാലിറ്റി കൂട്ടുവാനുള്ള വേറൊരു ബോർഡാണ് ആർഡിനോ ഷീൽഡുകൾ. അപ്പോൾ ഈ ആർഡിനോ ഷീൽഡുകൾ നമ്മുടെ ആർഡിനോ യൂണോയുടെയോ അല്ലെങ്കിൽ ആർഡിനോ മെഗയുടെയോ മുകളിൽ മൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആർഡിനോ ബോർഡിൻ്റെ ഫങ്ഷനാലിറ്റി കൂട്ടാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ആർഡിനോ ബോർഡിൽ ഈഥർനെറ്റ് വേണം, അല്ലെങ്കിൽ വൈഫൈ വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫങ്ഷനാലിറ്റി കൂടി ആഡ് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ അതത് ഷീൽഡുകൾ വാങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ആർഡിനോ ബോർഡിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ആ ഒരു ഫങ്ഷനാലിറ്റി നമ്മുടെ ആ ഒരു ബോർഡിന് ആഡ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആർഡിനോ ഷീൽഡുകൾ ഉപയോഗിക്കുന്നത്. വിവിധ തരം ഷീൽഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു ആർഡിനോ മോട്ടോർ ഡ്രൈവർ ഷീൽഡാണ്. DC മോട്ടോഴ്സിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷീൽഡ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബോർഡ് ആർഡിനോയുമായിട്ട് സാൻഡ്വിച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോർഡിനെ ഉപയോഗിക്കുന്നത്. മറ്റൊരു ആർഡിനോ ഷീൽഡാണ് TFT LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ എന്ന ഒരു ഫീച്ചർ നമ്മുടെ ആർഡിനോ ബോർഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ ഒരു ടച്ച് സ്ക്രീൻ ബോർഡും ആർഡിനോ ബോർഡും കൂടി നമുക്ക് സാൻഡ്വിച്ച് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ആർഡിനോ ബോർഡുകൾ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് നോക്കാം. ആർഡിനോ ബോർഡുകൾ മെയിനായിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ലാപ്പിൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടിയാണ്. ആർഡിനോ ബോർഡുകൾ പ്രോഗ്രാം ചെയ്യാൻ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ആർഡിനോ IDE എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ ആർഡിനോ ബോർഡുകളും പ്രോഗ്രാം ചെയ്യുന്നത്. പലതരത്തിലുള്ള ആർഡിനോ ബോർഡുകളുണ്ട്. അവയെല്ലാം തന്നെ ഈ ഒരു IDE ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ആർഡിനോ ബോർഡുകൾ പ്രോഗ്രാം ചെയ്യാൻ ആവശ്യമായ ആർഡിനോ IDE സോഫ്റ്റ്വെയർ നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക ആർഡിനോ IDE എന്ന്. ഈ ഒരു സെർച്ച് റിസൾട്ടിൽ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന ഒരു പേജിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിയാൽ ഡൗൺലോഡ് ദി ആർഡിനോ IDE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം.
ഇവിടെ നമുക്ക് വിൻഡോസിലേക്കാണെങ്കിൽ വിൻഡോസിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാക്കേജ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മാക്കിന് ലിനക്സിന് ആവശ്യമായ പ്ലാറ്റ്ഫോം നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്ന വിൻഡോസ് 10 ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം ജസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് തുറന്നു വരുന്ന വിൻഡോയിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഫുൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി. ഇനി എങ്ങനെയാണ് ആർഡിനോ IDE ഉപയോഗിച്ച് ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ആദ്യം ആർഡിനോ ബോർഡ് USB കേബിൾ വഴി സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുക. ആർഡിനോ ബോർഡ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്ത് മൈ കമ്പ്യൂട്ടർ എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് പ്രോപ്പർട്ടീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഡിവൈസ് മാനേജർ കാണും. ആ ഡിവൈസ് മാനേജർ എടുത്തിട്ട് നമ്മുടെ ആർഡിനോ ബോർഡ് ഏത് കോം പോർട്ടിലാണ് കണക്ട് ചെയ്തതെന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ കേസിൽ COM 7 ആർഡിനോ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആർഡിനോ IDE നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മെനു ബാറിൽ ടൂൾസിനകത്ത് ബോർഡ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ ഏത് ബോർഡാണോ യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. ഇതിൽ ആർഡിനോ യൂനോ ബോർഡും ആർഡിനോ നാനോ ബോർഡും അതുപോലെ തന്നെ ആർഡിനോ മെഗാ ബോർഡും ഓപ്ഷൻ കാണാൻ കഴിയും. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആർഡിനോ യൂനോ ആയതുകൊണ്ട് ആർഡിനോ യൂനോ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ടൂൾസിൽ പോർട്ട് എന്ന് പറയുന്ന മെനു എടുത്തിട്ട് നമ്മൾ ആർഡിനോ കണക്ട് ചെയ്തിരിക്കുന്ന COM പോർട്ട് 7 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ടൂൾസിൽ പ്രോഗ്രാമർ എന്ന ഓപ്ഷൻ എടുത്തിട്ട് ആർഡിനോ ISP സെലക്ട് ചെയ്യുക. ആർഡിനോ IDEയിൽ കുറേ എക്സാമ്പിൾ കോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ കോഡ് എങ്ങനെയാണ് ആർഡിനോ യൂനോയിലേക്ക് ബേൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് LED ബ്ലിങ്കിങ് പ്രോഗ്രാമാണ്. അതായത് ആർഡിനോ യൂനോയിലെ 13ാമത്തെ പിന്നിലുള്ള LED ബ്ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഓൾറെഡി എക്സാമ്പിൾ ആയിട്ടുണ്ട്. അത് എങ്ങനെ നമുക്ക് ആർഡിനോ യൂനോയിലേക്ക് ബേൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായി ഫയലിൽ ബേസിക്സിൽ ബ്ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം തുറന്നു വരും. ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് ഒരു LED ബ്ലിങ്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ കോഡാണ്. ഈ ഒരു വിൻഡോയുടെ മുകളിലുള്ള ഈ ഒരു ടിക്ക് പോലുള്ള ഓപ്ഷൻ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് നോക്കാൻ കഴിയും. അതായത് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. ബേസിക്കലായിട്ട് എറർ ഉണ്ടെങ്കിൽ ഈ ഒരു വിൻഡോന്റെ അടിഭാഗം റെഡ് കളർ ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. കമ്പൈൽ സക്സസ്ഫുള്ളി ഡൺ ആയി കഴിഞ്ഞാൽ ഈ വിൻഡോയുടെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഏരോ മാർക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ ആർഡിനോയിലേക്ക് ബേൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ബേസിക് കോഡ് ആർഡിനോ IDEയിൽ നിന്ന് ആർഡിനോ ബോർഡിലേക്ക് ബേൺ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന LED ബ്ലിങ്കിങ് കോഡ് ഓൾറെഡി ഈ ഒരു IDEയിൽ ഉള്ള പ്രോഗ്രാമാണ്. നമ്മുടേതായിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ഈ ഒരു വിൻഡോയിലാണ് എഴുതുന്നത്. അതിനുശേഷം അത് കമ്പൈൽ ചെയ്തിട്ട് ആർഡിനോയിലേക്ക് ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്.